നമ്മൾ പഠിച്ച ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ഐഡിയയുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടക്സുകൾ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെക്കുക. അതായത് ഇപ്പോൾ ഇതൊരു ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ആദ്യത്തെ വെർട്ടക്സിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് വെർട്ടക്സ് x1 y1 എന്ന് വിചാരിക്കുക, അടുത്ത വെർട്ടക്സ് x2 y2, അടുത്ത വെർട്ടക്സ് x3 y3. ഇത്തരത്തിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടക്സുകളും XY കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്ക് ഡിറ്റർമിനൻസിൻ്റെ ഐഡിയ ഉപയോഗിക്കാം. അതിങ്ങനെയാണ്: ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു, ശരിക്കും ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH അല്ലേ, അതുപോലെ ഇവിടെ ഇത്തരത്തിൽ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1, ആദ്യത്തെ വെർട്ടക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്, അതിൻ്റെ അടുത്ത് വെറുതെ ഒരു 1, അടുത്ത വെർട്ടക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് x2 y2, x3 y3, ഇതിൻ്റെ ഒക്കെ അറ്റത്ത് ഓരോ 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിച്ച് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഡിറ്റർമിനൻ്റ് കൊണ്ടുള്ള നമുക്കുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു അപ്ലിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടേക്കുന്നത്. ഏതൊരു ട്രയാങ്കിളിൻ്റെയും വെർട്ടക്സുകളുടെ കോർഡിനേറ്റുകൾ അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏരിയ കാണാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ കാര്യം, ഈ ഏരിയ കാണാനുള്ള ഇക്വേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 റിമാർക്കുകളുണ്ട്. ഒന്ന്, നമ്മൾ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ ഡിറ്റർമിനൻ്റ് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, പക്ഷെ നമ്മളെപ്പോഴും ഏരിയ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി മാത്രമേ ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നെഗറ്റീവ് കിട്ടിയാലും നമ്മൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് ഏരിയയ്ക്ക് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ -5 കിട്ടിയെന്ന് വെക്കുക, അപ്പോൾ ഏരിയ നമ്മൾ എഴുതുമ്പോൾ 1/2 ഇൻറ്റു മോഡ് -5 എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു 5/2 സ്ക്വയർ യൂണിറ്റ് എന്ന് വേണം എഴുതാൻ. അല്ലാതെ ഒരിക്കലും ഏരിയ നെഗറ്റീവ് ആവില്ല. അത് ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇനി ഏരിയ നമുക്ക് തന്നിട്ട് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് വെക്കുക. അതായത് ഇത്തരത്തിലുള്ള ഏരിയ നമുക്ക് തന്നു, അതിൽ നിന്ന് വേറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് തന്ന ഏരിയയുടെ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂം കൺസിഡർ ചെയ്യണം. ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞ റിമാർക്കാണ് അതിനുള്ള കാരണം. ഇപ്പോൾ ഏരിയ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏരിയ 5/2 എന്ന് തന്നു, അതിൻ്റെ അർത്ഥം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡിറ്റർമിനൻ്റ് വാല്യൂ ചിലപ്പോൾ 5 എന്നാവും കിട്ടിയിട്ടുണ്ടാവുക. എന്നാലും ഏരിയ 1/2 ഇൻറ്റു 5/2 ചിലപ്പോൾ അത് -5 എന്ന് കിട്ടാനും സാധ്യതയുണ്ട്. സോ നമുക്ക് ഏരിയ തന്നിട്ട് ബാക്കി കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഏരിയയുടെ പോസിറ്റീവ് ആൻസറും നെഗറ്റീവ് ആൻസറും എടുത്തിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ. പിന്നെയുള്ള മൂന്നാമത്തെ റിമാർക്ക് എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഏതെങ്കിലും 3 കൊളീനിയർ പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ ആ 3 പോയിൻറ്റുകളും വെർട്ടക്സുകളായിട്ട് കണക്കാക്കിയ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ കൊളീനിയർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വയ്ക്കുക, 3 പോയിൻറ്റ്സ് തന്നിട്ട് ഇത് കൊളീനിയർ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 3 പോയിൻ്റ് ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടക്സുകളാണെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക. അപ്പോൾ ആ ഏരിയ കാണുമ്പോൾ 0 എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ ദാറ്റ് 3 പോയിൻറ്റ്സ് ആർ കൊളീനിയർ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഡിറ്റർമിനൻസിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോണത്, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 റിമാർക്കുകളും നമ്മൾ കണ്ടു.